ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന കണ്ണൂരിന്റെ പ്രിയങ്കരനായ ശിഖാരം ജയരാജനത വോട്ടർമാരെ നേരിൽ കണ്ട് രക്തപ്രവർത്തിക്കുന്നതിനു വേണ്ടി നൂറുകണക്കിനായി ഇരുചക്രവാഹനങ്ങളുടെ അജണ്ടകളുടെ ഈ വാഹനത്തിന്റെ നല്ല പോയി അവിടെ സമർപ്പിച്ചു കഴിയുന്ന കാര്യങ്ങൾക്ക് പരീക്ഷയാണ് അന്തിമ മറുപടി വേണ്ടത് ആ നിലയിൽ, അതുപോലെ അധികാരി ഉദ്യോഗസ്ഥ പറയേണ്ട കാര്യങ്ങൾ ആ നിലയിൽ, അതെല്ലാം നിലയിലും ഉണ്ടായി എന്നത് ഒരു വസ്തുതയാണ്. ആ നിലയിൽ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് ജനവികാരം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം, ആ മുന്നേറ്റത്തിന്റെ ഭാഗം കൂടിയാണ് നമ്മുടെ ഈ പോരാട്ടത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ് ഞാൻ സുഹൃത്തിൽ വിനീതമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്.
നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് ജയരാജൻ ഇവിടെ സമാഗതനായി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ ഈ പോരാട്ടത്തിന്റെ പാതയിൽ നിൽക്കുമ്പോൾ ഈ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതിനെ കുറിച്ചെല്ലാം തന്നെ ഒരു മുഖവരയെ ആവശ്യമില്ല എന്ന് നിങ്ങൾക്കും എനിക്കും ഒരുപോലെ അറിയാവുന്ന കാര്യം. പ്രതീക്ഷയുണ്ട്. ഇന്നത്തെ ദിവസം മതന്യൂനപക്ഷങ്ങളുടെ ബഹുമാന മുഖ്യമന്ത്രിയോട് ചേർത്ത ഒരു യോഗം നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ഉണ്ടായിരുന്നു. ആ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ചേർന്ന മതന്യൂനപക്ഷങ്ങളുടെ പണ്ഡിതന്മാരായിട്ടാണ് അവർ പറഞ്ഞ ചോദ്യങ്ങളുണ്ടായി. ബഹുമാനോട് മുഖ്യമന്ത്രി വ്യക്തമാക്കി, പൗരത്വ ഭേദഗതി നിയമം എന്റെ സംസ്ഥാനം നടപ്പിലാക്കിയില്ല എന്ന് പറയാൻ ആത്മധൈര്യം നട്ടലിലാണ് ഇന്ത്യയിലെ മുഖ്യമന്ത്രി എന്താർക്കും പറയാൻ കഴിയാതെ പോയി. ഒരു വർഷക്കാലം നീളുന്ന കർഷക സമരത്തിന് ആധാരമായ ജനദ്രോഹപരമായ കർഷക വിരുദ്ധമായ നിയമങ്ങൾ എന്റെ സംസ്ഥാനം നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞു. അത് പറയാനും ഒരു മുഖ്യമന്ത്രി അതിനെ പറയണം. പഞ്ചവത്സര പദ്ധതിയും പ്ലാനിംഗ് കമ്മീഷനും രാജ്യത്തെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു വലിയ ആസൂത്രിതമായ പദ്ധതി പ്രവർത്തന ഭാഗമായിരുന്നു. അടുത്ത കാലത്ത് വലിച്ചെറിഞ്ഞപ്പോൾ പ്രതിഷേധിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അവർ തൃശ്ശൂർ പൂരം കാണുന്ന രാഗമത്തോടുകൂടി കേൾക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ എന്റെ സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകുമെന്ന് പറയാനും ആത്മധൈര്യവും നട്ടലും കാണിച്ച മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രമായിരുന്നു. അത് ചരിത്രത്തിന്റെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് രാജ്യങ്ങളുടെ കണ്ണിൽ ഒരു കണ്ണായി നിൽക്കുക. കാരണം പ്രതികരിക്കേണ്ടത് പ്രതികരിക്കും, പ്രതിധ്വനിക്കേണ്ടത് പ്രതിധ്വനിക്കും, സ്വീകാര്യമേണ്ടത് സ്വീകരിക്കും. അതിലൊന്നും ആരുടെയും അനുവാദം ആവശ്യമില്ല, ഒരു പിന്തുണയും ആവശ്യമില്ല. അല്ലാതെ തന്നെ കേരളത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ സമയനിശ്ചയം നടപ്പിലാക്കുന്നത്. സഹായം നൽകിയാലും ശരി, ഇല്ലെങ്കിലും ശരി, ഈ സംസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ബാധ്യത നിറവേറ്റുമെന്ന് ആത്മധൈര്യത്തിൽ പറയാൻ കഴിയുന്ന കരുത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കുണ്ടായത് ഈ നാട് നിങ്ങളെ പോലുള്ള ജനങ്ങൾ നൽകിയിട്ടുള്ള നിർലോഭമായ പിന്തുണയും സഹായങ്ങളും കൊണ്ടാണ്. ആ പിന്തുണയാണ്, ആത്മാർത്ഥമായ സഹകരണമാണ്. അത് നിലനിർത്താൻ കഴിയുന്ന നമുക്ക് ഏത് നിലയിലും. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി പിണറായി വിജയനെതിരായി സ്ഥാനത്തും അസ്ഥാനത്തും ബാലിശമായ ദുർബലമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന പ്രചരണങ്ങളോ അഭ്യൂഹങ്ങളോ ഒന്നും ജനമനസ്സുകളെ സ്വാധീനിക്കയില്ല എന്ന കാര്യത്തിലും യാതൊരു സംശയം. അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ നമ്മൾ ജയിക്കേണ്ടത് ഈ രാജ്യത്തെ രക്ഷയാണ്. കേരളത്തെ മാത്രമല്ല, ഡൽഹി സമരത്തെക്കുറിച്ച് 4 മുഖ്യമന്ത്രിമാർ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് പ്രസക്തമായി നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യം വിജയിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്. ഈ നാടിന്റെ അനർഹമായ സ്വാതന്ത്ര്യം, മതനിരപേക്ഷത, പരമാധികാരം എല്ലാം സംരക്ഷിക്കാൻ, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഇവിടെ ഈ നിലയിലുള്ള രാഷ്ട്രീയ മാറ്റം ഉണ്ടായിരുന്നു. അതല്ലാതെ ഇന്ന് കേന്ദ്രത്തിൽ നിലനിൽക്കുന്ന ഭരണ ഭീകരത, വീണ്ടും അധികാരത്തിൽ വന്നാലുണ്ടാകുന്ന ദുരന്തങ്ങൾ താങ്ങാൻ ഈ മഹാഭാരതത്തിന് കഴിയില്ല. അത് ദുരന്തമായിരിക്കും, പൂർണ്ണമായ ദുരന്തം. ആ ദുരന്തത്തിലേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല ദേശാഭിമാനികളായ ജനങ്ങൾക്ക്. അതുകൊണ്ട് അതിനെല്ലാം എതിരായിട്ടുള്ള അത്തരവർഷത്തിന്റെ ഒരു വലിയ പ്രഖ്യാപനമായിരിക്കണം, വിളംബരമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിലെ ഫലം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് വേണ്ട നിലയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ എല്ലായിടങ്ങളിലും പങ്കെടുത്ത യോഗങ്ങളൊക്കെ തന്നെ ഓരോ നിലയിലും ഏറ്റവും ശക്തമായി. ഇന്നലെ ഞാൻ മമ്പറത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന ധർമ്മ യോജനത്തിന്റെ കൺവെൻഷനിൽ ബഹുമാനപ്പെട്ട നേതൃത്വത്തിലും ഞങ്ങളുണ്ടായിരുന്നു. എന്തായിരുന്നു ജനക്കൂട്ടവും ജനങ്ങളുടെ ആവേശവും. ഇവിടെ എല്ലാ ഇടങ്ങളിലും ആ നിലയിൽ ജനക്കൂട്ടം പങ്കെടുക്കുന്നത് വേറെ ഒന്നും പ്രതീക്ഷിച്ചില്ല. ഇത് പറഞ്ഞാൽ അത് ഹൃദയവികാരമാണ്. ആ ഹൃദയവികാരം രേഖപ്പെടുത്തുന്നതിൽ പ്രായഭേദമന്യേ, ജാതിമത ഭേദമന്യേ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ജനങ്ങളെ സ്നേഹിക്കുന്ന, സൽഭരണം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ ഹൃദയാഭിലാഷത്തിന്റെ വിളംബരമാണ് എല്ലായിടങ്ങളിലും നേരിട്ട് കാണാൻ കഴിഞ്ഞത് എന്ന് മാത്രം ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി
ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാൻ കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ. അതിനു മുമ്പിൽ ഞാനൊരു ഉദ്ഘാടനത്തിന്റെ പ്രസംഗത്തിലൂടെ ആ സമയം നഷ്ടപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഈ നിയോജക മണ്ഡലത്തിൽ സർവഥാ യോഗ്യനായ ഒരു സ്ഥാനാർത്ഥി, ഇത് പാർലമെന്റ് മെമ്പർ എങ്ങനെയായിരിക്കണമെന്ന് അനുഭവങ്ങൾ തെളിയിച്ചുകൊണ്ടതാണ് നമ്മുടെ സ്വീകരിച്ചാൽ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന്. അതിൽ ഘടകവിരുദ്ധമായ സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സഖാവ് പി ജയരാജൻ പരിമിതപ്പെടുത്തനാണ്. നിയമസഭാ സാമാജികനായി പ്രവർത്തിച്ചിട്ടുണ്ട്. യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വിപ്ലവജ്വാലിയുമായി ജ്വലിച്ചു നിൽക്കാൻ ലഭിച്ചിട്ടുള്ള എല്ലാ സന്ദർഭങ്ങളിലും ജനങ്ങൾക്ക് നേതൃത്വം വെളിച്ചം പകർന്നു കൊടുത്ത് നേതൃത്വത്തിൽ മുൻപ് നിന്നിട്ടുണ്ട്. അദ്ദേഹം മുഖവരി ആവശ്യമില്ല, ആമുഖം ആവശ്യമില്ല. അങ്ങനെ എല്ലാ നിലയിലും സർവഥാ യോഗ്യനായ ഒരു സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കേണ്ടത് എന്റെ ചുമതലയാണ്, ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ് എന്ന് ചിന്തിക്കുന്ന ജനങ്ങളെയാണ് എവിടെയും കാണാൻ കഴിയുന്നത്. എന്നോട് ചില ചടങ്ങുകളിൽ ഞാൻ പോയാൽ പറഞ്ഞു, നിങ്ങളൊന്നും ഇങ്ങനെ അധ്വാനിക്കേണ്ട കാര്യമേ ഇല്ല സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയില്ലേ ആരെയാണ് ജയിപ്പിക്കേണ്ടത്. സഖാവ് ജയരാജൻ ജയിക്കും, സംശയമൊന്നും വേണ്ട, സമാധാനപരമായി നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരെല്ലാം രാഷ്ട്രീയ എതിർക്കാരെയും ഇത് കാണാൻ കഴിഞ്ഞു എന്നൊരു എന്ന് പറഞ്ഞാൽ അത് പൊതുവായി ജനവികാരം അങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് മാത്രം ചൂണ്ടിക്കാണിക്കും. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നേതാക്കന്മാരുടെ പ്രവർത്തകരും നിങ്ങളും തീരുമാനിച്ചാൽ ഈ ലോകസഭയല്ല ഏത് സഭയും പിടിച്ചെടുക്കാൻ ഒരു പ്രയാസവുമില്ല. കണ്ണൂർ നിയമസഭാ മണ്ഡലം അതിന്റെ അനുഭവസാക്ഷ്യമാണ്. നിങ്ങളാണ് അതിന് ഉത്തരവാദികൾ. ഞാൻ വീണ്ടും മൂന്നാമത് മന്ത്രിയായി പിണറായി വിജയന്റെ മന്ത്രി രണ്ടാമത്. ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. ഈ മന്ത്രി കുടിവെച്ച കാലം പോലീസും പട്ടാളും എല്ലാം നിങ്ങൾക്കുള്ളതാണ്. കാരണം നിങ്ങളാണ് അതിനെ എന്നെ യോഗ്യനാക്കിയത്. അതിനുവേണ്ടി നിങ്ങൾ നടിച്ച ശ്രമിച്ചുള്ള ത്യാഗവും കഷ്ടപ്പാടുകളും ആത്മാർത്ഥതയും നേരിൽ കണ്ടവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ കഴിയും, നിങ്ങൾ വിചാരിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നിൽ പോരാളികളായി നിങ്ങൾ തീരുമാനിച്ചാൽ ഈ കണ്ണൂർ ലോകസഭാ മണ്ഡലത്തിൽ സഖാവ് എം വി ജയരാജൻ പാർലമെന്റ് അംഗമാണ്. അത് സംശയമുണ്ടാകേണ്ട കാര്യമേ ഇല്ല. അത്രയേറെ പ്രതിച്ഛാന്തരപരമായ മുന്നേറ്റം ജനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞു. അതുകൊണ്ട് മറ്റുള്ള നേതാക്കന്മാർ സംസാരിക്കാറുണ്ട്. മാത്രമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയനായ പ്രിയങ്കരനായ സഖാവ് വി ജയരാജൻ നമ്മുടെ എല്ലാം തന്നെ സുഹൃത്തും സഹോദരനും നേതാവും എല്ലാമായി നമ്മുടെ ഓരോ പദവിന്യാസങ്ങളിലും നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന സഖാവ് വി ജയരാജനും അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ പൂർത്തീകരണപ്പെടുത്തുന്നതിന് വേണ്ടി വിടാതെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്നതിനെ കുറിച്ചൊന്നും എന്റെ നിർദ്ദേശം ആവശ്യമില്ല. അതെല്ലാം യഥാവിധി ചെയ്തുകൊണ്ട് കണ്ണൂരിന്റെ മണ്ണ് ഇടതുപക്ഷ ജനാധിപത്യം എഴുതാണ് തെളിയിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും മതനിരപേക്ഷതയും പരമാധികാരവും സംരക്ഷിച്ചുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളും ഭരണഘടനാപരമായ അവകാശങ്ങളും സംരക്ഷിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ ചരിത്രപരമായ ഈ ധാർമ്മികമായ രാഷ്ട്രീയ യുദ്ധത്തിൽ പടയാളികളായി രംഗത്തിറങ്ങാൻ സന്നദ്ധരായ നിങ്ങളെ ഒരിക്കൽ കൂടി അഭിവാദനം ചെയ്തുകൊണ്ട് നിങ്ങളിവരുടെയും അനുവാദത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഈ മഹാസംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സ്നേഹാദരവത്സരം സന്തോഷപരിസരം വിനപരിസരം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. നമസ്കാരം. സഹകളെ, സ്ഥാനാർത്ഥിയുടെ പര്യടനം പൂർത്തിയായിട്ടില്ല. നിങ്ങളെ അഭിവാദ്യം ചെയ്ത് വീണ്ടും അടുത്ത സംഘടന കേന്ദ്രത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് എം വി ജയരാജനെ നിങ്ങളെ അഭിസംബോധന ചെയ്തതിന് വേണ്ടി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ എന്റെ തെരഞ്ഞെടുപ്പ് അടയാളമായ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വിജയിപ്പിക്കണമെന്ന് സവിനയം അപേക്ഷിക്കുകയാണ്. വോട്ടർമാരെ വീടുകളിൽ വന്ന് നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നത് ഒരു സ്ഥാനാർത്ഥിയുടെ കടമയും ഉത്തരവാദിത്വവുമാണ് എന്ന് എനിക്കറിയാം. 13 ലക്ഷത്തോളം വോട്ടർമാരും
7 അസംബ്ലി മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ പ്രദേശവുമായിരുന്നു. അത്തരത്തിൽ എല്ലാവരെയും നേരിൽ കണ്ട് വീട്ടിൽ വന്ന് വോട്ട് അഭ്യർത്ഥിക്കുക പ്രയാസമേറിയ കാര്യമാണ് എന്നതുകൊണ്ടാണ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി മുതൽ ബൂത്ത് തലം വരെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപീകരിച്ചതിനു ശേഷം സ്ക്വാഡുകളായി നാം എല്ലാം കൂട്ടായി വോട്ടർമാരെ സമീപിച്ച് LDFനെ എന്തിന് വിജയിപ്പിക്കണം എന്നവരെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തുന്നു. ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. എന്തുകൊണ്ട് ഇടതുപക്ഷം? ഈ ചോദ്യം ഇടതുപക്ഷ അനുഭാവികളും അല്ലാത്തവരുമായ ആളുകൾ ചോദിക്കുമ്പോൾ ഉത്തരം നമുക്ക് പറയാൻ ഒട്ടേറെയുണ്ട്. ഒന്ന്, പട്ടിണിയിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കാൻ കോൺഗ്രസിനോ BJPക്കോ കഴിയില്ലെന്ന് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ 45 വർഷം രാജ്യം ഭരിച്ച കോൺഗ്രസ് പിന്നീട് രാജ്യം ഭരിച്ച BJP തെളിയിച്ചു. ഇന്ന് പട്ടിണിയിൽ ലോകത്തിന്ത്യ ഒന്നാമത്. 45 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഏറ്റവും കൂടിയ തൊഴിലില്ലായ്മയാണ് ഇന്ന് രാജ്യത്തുള്ളത്. ഈ 2 കാര്യത്തിൽ മാത്രം പട്ടിണിയും തൊഴിലില്ലായ്മയും രാജ്യത്ത് പെരുകുമ്പോൾ കോൺഗ്രസും BJPയും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അത് റോക്കറ്റ് വേഗതയിൽ വർദ്ധിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്ഥിതി എന്താണ്? 64,006 അതിദരിദ്ര കുടുംബങ്ങളാണ് കേരളത്തിലുള്ളത്. അത് സർവേയിലൂടെ കണ്ടെത്തിയതാണ്. ആ അതിദരിദ്ര കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനം മാത്രമാണ്. 2ാം പിണറായി സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗ തീരുമാനമനുസരിച്ച് പദ്ധതി തയ്യാറാക്കി. ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനം, അതും ഇന്ത്യയിൽ 0.7% മാത്രം അതിദരിദ്രരുള്ള ഒരു സംസ്ഥാനമായ കേരളം. 32% UPയിൽ അതിദരിദ്രരുടെ ജനസംഖ്യ. അപ്പൊ കേരളം ഈ 64,006 ദരിദ്ര കുടുംബങ്ങളെ പട്ടിണിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയതിനു ശേഷം ഇക്കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ അത് റിവ്യൂ ചെയ്തു. 33,000 കുടുംബങ്ങൾ അതിദരിദ്ര പശ്ചാത്തലത്തിൽ നിന്ന് അവരെ കൈപിടിച്ചുയർത്താൻ നമുക്ക് കഴിയും. നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഈ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ പാർലമെന്റ് മണ്ഡലം പരിധിയിൽപ്പെടുന്ന, തളിപ്പറം അസംബ്ലി മണ്ഡലത്തിൽപ്പെടുന്ന കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ അതിദരിദ്ര വിമുക്ത കേരളമായി പഞ്ചായത്തായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതാണ് ബദൽ. ഇത് നടപ്പാക്കുന്ന ഇടതുപക്ഷമല്ലാതെ കോൺഗ്രസോ BJPയോ നാടിനെ രക്ഷിക്കാൻ, ജനങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. അതിരൂക്ഷമായ തൊഴിലില്ലായ്മയുള്ള നമ്മുടെ രാജ്യത്ത് 26 സംസ്ഥാനങ്ങളിലെ അതത് സംസ്ഥാനങ്ങളിലുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയുള്ള നിയമനങ്ങളുടെ കണക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തുവിട്ടു. ഇടതുപക്ഷം പുറത്തുവിട്ടതല്ല, കേരളത്തിലെ ഗവൺമെന്റ് പുറത്തുവിട്ടതല്ല. പക്ഷെ മനോരമയിലും മാതൃഭൂമിയിലും അത് വായിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. പക്ഷെ വെബ്സൈറ്റിൽ കാണും, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിൽ 26 സംസ്ഥാനങ്ങളുടെ PSC വഴിയുള്ള നിയമനങ്ങളുടെ കണക്ക് കൊടുത്തപ്പോൾ 25 സംസ്ഥാനങ്ങളിലുമായി ആകെ 6 മാസം നിയമിച്ചത് 15,000-ൽ ശിഷ്ടമാണ്. എന്നാൽ കേരളത്തിൽ മാത്രം 19,000-ലധികമാണ്. അതാണ് ബദൽ. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങളെ വേട്ടയാടുന്നു, ക്രിസ്ത്യാനികളെ വേട്ടയാടുന്നു, ദളിതരെ ചുട്ടുകൊല്ലുന്നു. ബലാത്സംഗം ചെയ്തതിനു ശേഷം ദളിത് പെൺകുട്ടിയുടെ മൃതദേഹം പോലും ബന്ധുക്കൾക്ക് ലഭിക്കുന്നില്ല. ഇങ്ങനെയൊരു ദുരവസ്ഥ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് മതസൗഹാർദ്ദത്തിന്റെ നാടായ
ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് ജാതി ഏതായാലും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഐതിഹാസികമായ സന്ദേശത്തെ അടിസ്ഥാനമാക്കി ജീവിക്കുന്ന മലയാളികളുടെ നാട്. ഇതാണ് പതൻ. ഇതുകൊണ്ടാണ് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കേണ്ടത്. എന്തുകൊണ്ട് കോൺഗ്രസിനെ ജയിപ്പിച്ചുകൂടാ? കോൺഗ്രസുകാർ കൂട്ടത്തോടെ ബിജെപിയിലേക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കോൺഗ്രസിനെ നിർത്തുന്നു എന്ന് മാത്രമാണ്. ഒരിക്കലും ഇടതുപക്ഷം ഐ വിൽ ഗോ വിത്ത് ബിജെപി എന്ന് പറയില്ല. ഐ വിൽ ഗോ വിത്ത് ദ പീപ്പിൾ എന്നേ പറയുള്ളൂ. ജനങ്ങളാണ് ഏറ്റവും വലിയ കരുത്ത്. ഐ വിൽ ഗോ വിത്ത് ബിജെപി എന്ന് അടിക്കടി പറയുന്നവർക്ക് വോട്ട് കൊടുക്കണോ എന്നതാണ് ചോദ്യം. ഈ ഐ വിൽ ഗോ വിത്ത് ബിജെപി എന്ന് പറയുന്നതും നമ്മുടെ നാട്ടുകാർ സാധാരണക്കാർക്ക് തിരിച്ചറിയാതിരിക്കാനാണ്. ഞാനത് ഒരാളുടെ പ്രസംഗത്തെ കോട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളെ കയ്യടി ചുരുക്കമായി. സംഗതി എന്താ? നല്ലൊരു ശതമാനം ആളുകൾക്ക് ഈ പറഞ്ഞതിന്റെ സാരാംശം മനസ്സിലായിട്ടില്ല. ഞാനൊരു കോളേജിൽ വോട്ടഭ്യർത്ഥിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെയുള്ളവരെ SFI വിളിച്ചുകൂട്ടി. അവരോട് ഞാൻ ചോദിച്ചു, ഐ വിൽ ഗോ വിത്ത് ബിജെപി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അവര് മലയാളത്തിൽ പറഞ്ഞു തന്നു, ഞാൻ ബിജെപിയിലേക്ക് പോകും. പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അപ്പൊ ഐ വിൽ ഗോ വിത്ത് ബിജെപി എന്നല്ല, ഐ വിൽ ഗോ വിത്ത് ദ പീപ്പിൾ. ജനങ്ങളുടെ അടുത്തേക്ക് പോകുമെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. അതാണ് ഇടതുപക്ഷം. അതുകൊണ്ടാണ് കോൺഗ്രസിന് വോട്ട് ചെയ്തുകൂടാ, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇന്നത്തെ ബിജെപി, ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ ബിജെപി എന്നാണ് സാധാരണ നമ്മൾ പറയാറ്. പക്ഷേ ഈ അടുത്ത കാലത്ത് ആന്റണിയുടെ മകൻ പോയി, കരുണാകരന്റെ മകൾ പോയി. കഴിഞ്ഞ തവണ കൈപ്പത്തി ചിഹ്നത്തിൽ ഇവിടെ ധർമ്മടം മണ്ഡലത്തിൽ, കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ച കോൺഗ്രസ് നേതാവ് പോയി. അടുത്തതായി ഈ ചോദ്യത്തിന് ഉത്തരം അടുത്ത ദിവസം തന്നെ കിട്ടും. ഇലക്ഷൻ വരെ കാത്തിരിക്കണ്ട. അപ്പൊ അങ്ങനെ വരുമ്പോ ബിജെപിക്ക് പാർലമെന്റിൽ അംഗത്വം കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ വോട്ട് ചെയ്യണോ കോൺഗ്രസിന് എന്നതാണ് ചോദ്യം. അതുകൊണ്ടാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടെന്ന് പറയുന്നത്. അല്ലാതെ കോൺഗ്രസിനോട് വേറെ എന്ത് വിരോധം? ഗാന്ധിജിയെയും നെഹ്റുവിനെയും ബഹുമാനിക്കുന്ന നമുക്ക് കോൺഗ്രസിനോട് സ്നേഹമില്ലാതെ, ബഹുമാനമില്ലാതെ, കൂറല്ലാതെ വേറൊന്നും പറയാനില്ല. ആ ഗാന്ധിയൻ നെഹ്റുവിൻ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാൾ ഇവിടെ ഇരിക്കുകയാണ് നമ്മുടെ മന്ത്രി. ആ ഖദറിന്റെ പരിശുദ്ധി ഗാന്ധിയൻ നെഹ്റുവിൻ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ടാണ് അതിനോട് നമുക്ക് സ്നേഹവും ബഹുമാനവും. എന്നാൽ അതിന്റെ എല്ലാ പവിത്രതയും കളഞ്ഞു പൊളിക്കുന്നവരോട് നമുക്കെന്ത് ബഹുമാനം? നെഹ്റു RSSുമായി സന്ധി ചെയ്തു എന്ന കള്ളം, ചരിത്ര വിരുദ്ധമായ കാര്യം നാടെമ്പാടും പറയുന്ന ആളെ കോൺഗ്രസ്സായി ആരും കാണുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷമാണ് ജയിക്കേണ്ടത് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം. ഇടതുപക്ഷം ജയിച്ചില്ലെങ്കിൽ ഭരണഘടന ഉണ്ടാവില്ല. ഭരണഘടന സംരക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷം ജയിക്കണം. ഇടതുപക്ഷത്തിന്റെ അംഗങ്ങൾ അവിടെ ഉണ്ടായാൽ ഇടതുപക്ഷം പൊരുതിക്കൊണ്ട് ഭരണഘടനയെ സംരക്ഷിക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ പ്രത്യേകത എന്താ? 5 കൊല്ലം MP ആയ 2014 മുതൽ 19 വരെ MP ആയ ശ്രീമതി ടീച്ചർ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. MP ഫണ്ടിന്റെ വിനിയോഗം എത്രയാ? ടീച്ചറുടെ കാലത്ത് 98%. പാർലമെന്റിൽ MP എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഹാജർ എത്രയാ? 90%. ചർച്ചകളിൽ പങ്കെടുത്തത് എത്രയാ? ഒരു ദിവസം 1-ലേറെ തവണ. അതൊക്കെ അസാധാരണമാണ്. ഇത് 3 ലോകസഭയിൽ പോകുന്നയാൾ ചെയ്യണ്ടേ? ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ 4ാം പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഈ ശ്രീമതി ടീച്ചർ തുടങ്ങി വെച്ചതിന്റെ തുടർച്ച പിന്നീടുണ്ടായോ? ആ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ കാണും, പടിഞ്ഞാറൻ ഭാഗത്ത്
റെയിൽവേ ക്വാർട്ടേഴ്സ് ഈ ടീച്ചറുടെ കാലത്ത് പണിതതല്ലേ, അത് പിന്നീട് ആളുകളെ വിളിച്ച് കൊടുക്കുമല്ലേ വേണ്ടു. വാ തീട്ടി നിങ്ങൾക്ക് ഇത് കൊടുക്കല്ലേ വേണ്ടു. ആ താക്കോല് കൊടുക്കാൻ പോലും പിന്നീട് വന്ന MP പരിശ്രമിച്ചില്ലെന്ന് പറഞ്ഞാൽ പിന്നെ MP എന്തിനാ? 5 വർഷം എന്താ നടന്ന? MP ഫണ്ടിൽ എത്രയാ ചെലവ്? 27%. ടീച്ചർ എത്രയാ ചെലവ്? 98%. എത്രയാ ഹാജർ? 51%. ടീച്ചർ എത്രയാ ഹാജർ? ഏതാണ്ട് ഇരട്ടിയോളം. ചർച്ചയിൽ പങ്കെടുത്തത് എത്രയാ? 16 തവണ. ടീച്ചർ എത്രയാ? അതിന്റെ 10 ഇരട്ടി. MP എന്ന നിലയിൽ നമുക്ക് കഴിഞ്ഞ 5 വർഷം വട്ടപൂജ്യമായിരുന്നു എന്നതുകൂടി കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഇടതുപക്ഷം ജയിച്ചാൽ എങ്ങനെയായിരിക്കുമെന്ന് ടീച്ചറല്ലേ നമുക്ക് കാട്ടിത്തന്നു. ഇടതുപക്ഷം കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ ജയിച്ചാൽ എങ്ങനെയായിരിക്കുമെന്നുള്ളത് കടന്നപ്പള്ളിയല്ലേ കാട്ടിത്തന്നു. ഇവിടെ എത്ര കോടിയുടെ വർക്കാണെന്നറിയും. ഈ ആള് കുറച്ച് മുടിയൊക്കെ വീട്ടിപ്പോയി വിചാരിച്ചിട്ട് ആള് കിടക്കാനൊന്നല്ല. 15,000 കോടി ഉറുപ്പിയുടെ വികസനമാണ് കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ അനുവദിച്ചത്. അതാണ് ഇടതുപക്ഷം. മാങ്ങി ബൈപ്പാസിന്റെ ടീച്ചറും നമ്മളെല്ലാം കൂടി ഒരു റോഡ് ഷോ നടത്തി. മുഴപ്പിലങ്ങാട് നിന്നാണ് ആരംഭിക്കുന്നത്. മുഴപ്പിലങ്ങാട് ആ ബൈപ്പാസ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തനം ആരംഭിച്ചത് 73-ലാണ്. 1973 ഞാനന്ന് പെരളശ്ശേരി ഹൈസ്കൂളിൽ, അന്ന് ഹയർ സെക്കൻഡറി ആയിട്ടില്ല, ഹൈസ്കൂളിൽ വിദ്യാർത്ഥിയാണ്. 9ാം ക്ലാസ്സിലാണ്. 73 ആരംഭിച്ച് 77 അനുവദിച്ചു. 50 കൊല്ലം കഴിഞ്ഞ് പിണറായി വിജയൻ സർക്കാരില്ലെങ്കിൽ മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് ഉണ്ടോ? നടക്കുമോ? ആ ബൈപ്പാസിന് ജീവൻ വെച്ചത് 2016 ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോഴാണ്. 2013 ആ ബൈപ്പാസിന്റെ ലാൻഡ് അക്വിസിഷൻ തഹസിൽദാരുടെ ഓഫീസ് പൂട്ടിയിട്ട് താക്കോലെടുത്ത് പോയതാണ് ഉമ്മൻചാണ്ടി. 16 പിണറായി വിജയൻ വന്നു. അതിലെ തടസ്സങ്ങളൊക്കെ നീക്കി പ്രവർത്തനം ആരംഭിച്ചു. 2021 ആവുമ്പോഴേക്കും നിശ്ചിത സമയബന്ധിതമായി ആ പണി പൂർത്തീകരിക്കാൻ കരാറുകാരന് ടാർഗറ്റ് കൊടുത്തു. ഇതിലെല്ലാ ഘട്ടത്തിലും ഇടപെട്ടതിന്റെ ഫലമായിട്ടാണ് ഇന്ന് പ്രധാനമന്ത്രി അത് നാടിന് സമർപ്പിച്ചത്. 2 പദ്ധതികൾ പൂർത്തീകരിച്ചാൽ ഞാൻ പിണറായി വിജയൻ ഒരു സെല്യൂട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു നേതാവുണ്ടായിരുന്നു. BJPയുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ. അന്ന് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിട്ടില്ല, K. സുരേന്ദ്രൻ. 1 ഗെയിൽ പൈപ്പ് ലൈൻ, 2 ദേശീയപാത. ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നത് ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കി, അസാധ്യമായത് സാധ്യമാക്കി. ദേശീയപാതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് ഇന്ന് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. അവശേഷിക്കുന്ന ദേശീയപാതയുടെ പണി യുദ്ധകാല വേഗതയിൽ നടക്കുന്നു. ഊരാലുങ്കൽ സൊസൈറ്റി ഏറ്റെടുത്ത ആദ്യഘട്ട റീച്ചിന്റെ പണി ഏറെ വൈകാതെ പൂർത്തിയാവും, ഉദ്ഘാടനം ചെയ്യും. പടിപടിയായി അത് പൂർത്തിയാവും. ദേശീയപാത പൂർത്തിയാകാൻ കാരണം എന്താ? ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിവരുന്ന തുകയുടെ 25% ഇടതുപക്ഷ ഗവൺമെന്റ് കൊടുത്തതുകൊണ്ടാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഭൂമി എടുക്കാൻ സ്ഥലം ഒരു ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നത്. അതും പിണറായി വിജയൻ ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ. അതിന് കാരണം എന്താ? ഈ പദ്ധതി എങ്ങനെയെങ്കിലും നടപ്പാക്കണം. 2 മണിക്കൂർ ആ മുഴപ്പിലങ്ങാട് നിന്ന് വടകരയിലെത്താൻ വേണ്ട സമയം ഇപ്പൊ അരമണിക്കൂർ കൊണ്ട് എത്തിയെന്ന് മുഴപ്പിലങ്ങാട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ ഉടൻ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. പോകാത്തവർ പോകണേ, നാളെയെങ്കിലും അതിലൂടെ പോകണം. ഒന്ന് വടകര വരെ പോടുക, അല്ലെങ്കിൽ മാഹിക്കപ്പുറം ഒന്ന് പോയിട്ട് തിരിച്ചു വന്ന് എത്ര സമയമെടുക്കുമെന്ന് നോക്കണം. വില്ലേജ് റോഡിന്റെ വീതി പോലും ഇല്ല അതിന് പണ്ട്. ഇപ്പൊ അത് 6 വരി പാത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വികസനത്തിന്റെ മറുപേരാണ് ഇടതുപക്ഷം.
അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുക. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് എന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വികസനത്തിന് നിങ്ങളോടൊപ്പം ഈ മണ്ഡലത്തിന്റെ സർവ്വതോമുഖമായ പുരോഗതിക്ക് വേണ്ടി ഞാൻ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.